ഹായ് ഗായ്സ്, അഭിഷ് വ്ലോഗിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവനെ അറിയാതിരിക്കല്ലേ? അതെ അതെ. വർഷത്തിൽ ഒരിക്കൽ മാവേലി വരുന്നാലേ വല്ലപ്പോഴും വരും വീഡിയോ എടുക്കാം. എല്ലാ ഭാഗത്തും തെറ്റുണ്ട്. അപ്പം ഒന്നും ഒരു കഴിവില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അത് വേണ്ട. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഋഷഭ് ഷെട്ടി ഡയറക്റ്റ് ചെയ്ത കാന്താര 2 Chapter 1 ട്രെയിലർ റിലീസായിട്ടുണ്ട്. ട്രെയിലർ ജസ്റ്റ് ഒന്ന് കണ്ടു, ബട്ട് ഒന്നുകൂടെ നിങ്ങളോട് ഇരുന്നൊന്ന് കാണണം. അപ്പം ഇവൻ്റെ ഒപ്പീനിയനും എൻ്റെ ഒപ്പീനിയനും നിങ്ങളെ അറിയിക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ പലരും കണ്ടു കാണും. അപ്പം വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് തന്നെ. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ ട്രെയിലറിലേക്ക് പോകാം അല്ലേ? ഓക്കെ, സെറ്റ്. ലെറ്റ്സ് ഗോ. അച്ഛൻ ഈ സ്ഥലത്ത് വെച്ച് എങ്ങനെയാ മായായത്? കാന്താര ജീവിച്ചത് ഇവിടെയാ. അതൊരു വലിയ ചരിത്ര സംഭവം. ഋഷഭ് ഷെട്ടി ദൈവാംശമുള്ള കല്ലായിരിക്കും. എപ്പോഴൊക്കെ മനുഷ്യൻ അധർമ്മം ചെയ്യുന്നു, അപ്പോഴൊക്കെ ധർമ്മം സംരക്ഷിക്കാൻ ഈശ്വരൻ ഭൂതഗണങ്ങളെ അയക്കും. എന്റെ ഉടയോനെ October 2nd റിലീസ്. സംഭവം കൊള്ളല്ലേ? എന്നാ പ്രൊഡക്ഷൻ ക്വാളിറ്റി ആണ്. അതെ അതെ. ആ കളർ ഗ്രേഡിങ് അതൊക്കെ പറയണ്ടായിരുന്നു. അതാ കാന്താര 1 ഫസ്റ്റ് തന്നെ 2 മണിക്കൂറിലെ ലാസ്റ്റ് 20-25 മിനിറ്റ് ആണ് ആ സിനിമ പിടിച്ചെടുത്തത് അല്ലേ? അതെ. അതല്ലായിരുന്നെങ്കിൽ ആ ഒരു കഥ ഒരുമാതിരി നോർമൽ കഥ, പേര് മാത്രം കാന്താര വെറും നോർമൽ കഥ പോലെ തോന്നത്തുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ എന്താ നാഷണൽ അവാർഡ് വരെ കിട്ടി പുള്ളിക്ക്. അതുകൊണ്ട് മാത്രമാണ് ആ പുള്ളിയുടെ അഭിനയം, അതുകൊണ്ട് മാത്രം നാഷണൽ അവാർഡ് കിട്ടി. ഇത് മിക്കവാറും പിടിച്ചെടുക്കും. Chapter 1 ഇതും മിക്കവാറും നാഷണൽ അവാർഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? മിക്കവാറും ഉണ്ട്. ആ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി അതിനകത്ത് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് മാത്രമല്ല 2.5 വർഷമല്ലേ എടുത്തു? 2 വർഷം എടുത്തില്ലേ? പറഞ്ഞ പോലെ തന്നെ 2 വർഷത്തില് എന്തായാലും നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. കളർ ഗ്രേഡിങ് ആണെങ്കിലും പണ്ടത്തെ ഡിപ്പാർട്ട്മെന്റ് അവര് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിനകത്ത് വലിയ ഇതായിട്ടൊന്നും തോന്നുന്നില്ല. എന്താണ് അങ്ങനെയല്ല പിന്നെ എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ അതിനകത്തിലെ എന്താണ് രാജാക്കന്മാരാണേലും പിന്നെ അതിനകത്തിലെ പടയാളികളാണേലും മറ്റേ ഔട്ട്ഫിറ്റ് ഒക്കെ കണ്ടിട്ട് എനിക്ക് നാടകത്തിലെ ഒരു ഔട്ട്ഫിറ്റ് പോലാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിനക്ക് അങ്ങനെ പോടാ? കറക്റ്റ് പണ്ടത്തെ രാജാക്കന്മാർ യൂസ് ചെയ്ത പോലെ എനിക്ക്. പക്ഷെ എന്തോ ചിലപ്പോ നാടകങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും അതിനകത്തിലെ ഔട്ട്ഫിറ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എന്തായാലും ഇത് കഴിഞ്ഞ തവണത്തെക്കാളും പുള്ളിക്കൊരു റോൾ കൊടുത്ത പുള്ളി അത് ഗംഭീരമായിട്ട് ചെയ്തിരിക്കും. അതാണ് പുള്ളി RRR കണ്ടല്ലോ. അതിനകത്തിലെ ഡാൻസ് അല്ല, അതിനകത്തിലെ പുള്ളിയുടെ ആക്ടിങ് ഡാൻസ് അല്ല, അതും എന്താണ് ഓസ്കാർ അവാർഡ് കിട്ടിയ പടമല്ല RRR അല്ലേ? അടിപൊളിയായിരിക്കും. ട്രെയിലർ കണ്ടിട്ട് ഒരു 2 മിനിറ്റ് 56 സെക്കൻഡ് അത്ര കണ്ടുണ്ട് ട്രെയിലർ. 1 മിനിറ്റ്. ഫിലിം എന്തായാലും ഒരു 2 മണിക്കൂർ 55-56 മിനിറ്റ് കാണും. ട്രെയിലർ അങ്ങനെയാണ് 2 മണിക്കൂർ ആവുന്നത്. അങ്ങനെ പിന്നെ അപ്പൊ 2 ഒക്ടോബറിൽ എന്തായാലും മൂവി റിലീസാവും. അത് കാണാൻ പോകണം. അപ്പൊ ഗൈസ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, അതിന്റെ റിവ്യൂ പറയണം. എല്ലാത്തിനും ഞാൻ മൂവി റിവ്യൂ എടുക്കാറുണ്ട്, ബട്ട് അതിന്റെ ഒരു സാധനത്തിന്റെ സിനിമ ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും അവന്റെ റിവ്യൂ എടുക്കല പരിപാടി. എന്തോത്തിനാണോ എന്തോ. എനിക്ക് റിവ്യൂ ട്രെയിലർ റിയാക്ഷൻ ഒക്കെ എടുക്കാൻ എനിക്ക് അറിയത്തുള്ളൂ. ട്രെയിലർ റിയാക്ഷൻ എടുക്കാറെങ്കിൽ പിന്നെ സിനിമ റിയാക്ഷൻ എനിക്കറിയത്തില്ല. എനിക്ക് മൂവി അറിയത്തില്ല. നിനക്ക് ഒരു ബെഡേ അറിയത്തില്ല. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. ഈ ഷസാമും ഉള്ള കാര്യം പറയല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെയാണ്. അവർക്ക് കഴിവുണ്ട്. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ.
അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഷസാമും ഇതൊക്കെ കാണുക, അവർക്ക് അനുസരിച്ച് റിവ്യൂ പറയാൻ അവർക്കറിയാം. അവർ എത്ര വർഷത്തെ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഞാൻ തന്നെ എന്താ മൂവിയുടെ ഇത് പറയാൻ തുടങ്ങിയ തന്നെ 1 വർഷം ആയിട്ടേ ഉള്ളൂ. അതിന് പകരം അപ്പൊ ഞാൻ ഇതിന്റെ മാക്സിമം റിവ്യൂ പറയാൻ ഞാൻ ശ്രമിക്കാം. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഓക്കെ, ഇനി അടുത്ത ട്രെയിലറിന്റെ റിയാക്ഷൻ മാത്രമായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പം അത്രയൊക്കെ ഉള്ളൂ. നാളെ എടുത്തരുത്. അപ്പൊ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് മാക്സിമം ഞാൻ ഇതിന്റെ റിവ്യൂ ആയിട്ട് ഞാൻ മാക്സിമം വരാം. ഇവ ഉണ്ടെങ്കിൽ ഞാൻ വരും. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ കാണാം. വേറെ പടം ഒന്നും ഇല്ലേ? അവതാർ എന്തോ വേ ഓഫ് വാട്ടറോ അങ്ങനെ എന്തോ ഞാൻ കുറച്ച് പേര് നോക്കിയത്, ഞാൻ മറന്നുപോയി, ടൈറ്റിൽ മറന്നുപോയി. അവതാറിന്റെ റിലീസ് വരുന്നുണ്ട്. ഫയറിന്റെ സംഭവം. ഫയർ അപ്പം അങ്ങനെ 2 വരുന്നുണ്ട്. അപ്പൊ എന്താ ഞാൻ ഇത് നീ അവതാർ വരുന്നുണ്ടോ? പിന്നെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് കാണാം. നീ മിണ്ടായി ഇതിനൊക്കെ അവിടെ മിണ്ടായി അതാണ്. അപ്പം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് കാണാം. അപ്പം സ്റ്റേ ട്യൂൺ, ലവ് യു ഓൾ, ബൈ. ഓക്കെ.